സംസ്ഥാനത്ത് ആശങ്കയായി പേവിഷബാധ മരണങ്ങളുണ്ടായി. ഈ മാസം 2 പേർ പേവിഷബാധയേറ്റ് മരിച്ചെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. ഈ വർഷം പേവിഷബാധ സ്ഥിരീകരിച്ച 19 പേരും മരിച്ചുപോയെന്നാണ് കണക്കുകൾ. MG പ്രതീഷ് കണക്കിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രതീഷ് പറയൂ. SKN ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടെ സംസ്ഥാനത്ത് തെരുവുനായയുടെ കടിയേറ്റത് ഏകദേശം 1.25 ലക്ഷത്തോളം പേർക്കാണ്. പക്ഷേ കാര്യമായൊരു നടപടി ഒന്നും തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ തെരുവുനായ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. ഈ ഘട്ടത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പിന്റെ നടുക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടെ 19 പേർക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ഈ 19 പേരും മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ 19 പേർക്ക് പുറമെ 3 മരണങ്ങൾ ഈ പേവിഷബാധ മൂലമാണെന്ന് സംശയിക്കുന്നതായും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ 21 മരണങ്ങൾ 5 മാസത്തിനിടെ പേവിഷബാധ മൂലം ഉണ്ടായി എന്നതാണ് ആരോഗ്യവകുപ്പ് തന്നെ അറിയിക്കുന്നത്. ഈ മാസം ഈ 5-ാം തീയതിയാണ് ആയത്. പക്ഷേ ഈ മാസം 5 ദിവസമായപ്പോൾ 2 മരണങ്ങൾ പേവിഷബാധ മൂലമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ജൂലൈ 2-ാം തീയതി സ്ഥിരീകരിച്ച 2 പേവിഷബാധ കേസുകളിൽ 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ പല കേസുകളും മരണപ്പെട്ട പല കേസുകളിലും പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ മരിച്ചതിൽ നിരവധി കുട്ടികളുമുണ്ട്. ചെറിയ കുട്ടികൾക്കുൾപ്പെടെ തെരുവുനായുടെ കടിയേൽക്കുകയും പിന്നീട് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കൊല്ലത്തുൾപ്പെടെ ഈ അടുത്താണ് ഒരു പെൺകുട്ടി പേവിഷബാധയേറ്റ് മരിച്ചത്. പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ ആ പെൺകുട്ടി എടുത്തിരുന്നു. പക്ഷേ എന്നിട്ടും മരണം സംഭവിച്ചു എന്നതാണ് പ്രധാനമായും ആശങ്കപ്പെടുത്തുന്ന കാര്യം. നേരത്തെ ഈ പ്രതിരോധ കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഉയർന്നിരുന്നു. ഈ പ്രതിരോധ വാക്സിനുമായി ബന്ധപ്പെട്ട നേരത്തെ വിവാദങ്ങൾ ഉയരുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്തിരുന്നു. വാക്സിൻ്റെ ഗുണനിലവാരം സംബന്ധിച്ചുള്ള പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു അന്ന് ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് പേവിഷബാധ മരണങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ പേവിഷബാധ മരണങ്ങൾ സംഭവിക്കുന്ന കേസുകൾ കുത്തിവയ്പ് എടുത്ത കേസുകളിലാണോ മരണങ്ങൾ സംഭവിക്കുന്നത്, വാക്സിനുകളുടെ ഗുണനിലവാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഘട്ടത്തിൽ ഈ പേവിഷബാധ മരണങ്ങളുടെ ഈ കണക്കുകൾ എന്തായാലും ആശങ്കയുണ്ടാക്കുന്നതാണ്. ഈ കുത്തിവയ്പ് എടുത്തിട്ടും മരണം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം എന്താണ് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. 2021 ശേഷം ഏകദേശം 20-ലധികം പേർ കുത്തിവയ്പ് എടുത്തിട്ടും പേവിഷബാധ മൂലം മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പ് തന്നെ അറിയിക്കുന്ന കാര്യം. SKN. ഓക്കെ, താങ്ക് യു പ്രതീഷ്.